വേർപാട് ഏറ്റവും ദുഃഖജനകമായ ഒരു വസ്തുതയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴും യാത്രയപ്പിയോഗങ്ങൾ നടത്തുമ്പോൾ വേർപാടിൻ്റെ ദുഃഖം ആ സമ്മേളനത്തിലും പ്രതിഫലിക്കാറുണ്ട്. ഈ വേർപാട് പോലെ തന്നെ പ്രയാസമേറിയ ഒരു വിഷയമായിട്ടാണ് പെന്തക്കോസ്ത് ലോകത്തിനിടയിലെ വേർപാടിൻ്റെ ഉപദേശത്തെ പ്രസ്താവിക്കുമ്പോഴും അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകത്തിലെ പല ഇമ്പങ്ങളോടും വേർപെടുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ ഉപദേശം കഠിനമാക്കുന്നു എന്നുള്ളൊരു പരാതി പൊതുവെ വിശ്വാസ സമൂഹത്തിനിടയിൽ നിന്ന് ലഭ്യമാകാറുണ്ട്. പാപസ്വഭാവങ്ങളോടും ലോക ഇമ്പങ്ങളോടും വേർപെട്ടവരായി വിശുദ്ധി എന്ന പദപ്രയോഗം അർത്ഥമില്ലാത്തതായി പരിണമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അശുദ്ധിയെ എതിർക്കുന്ന, അശുദ്ധിയോട് പോരാടുന്ന ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേർപാടിൻ്റെ ഉപദേശത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ള വസ്തുത എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തിരിക്കുക. തങ്കച്ചാൻ്റെ വേർപാട് എരുമക്കാട് ദൈവസഭയ്ക്ക് ഒരു നഷ്ടമായി പരിഗണിക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ കാണുന്നത് തങ്കച്ചാൻ became matured enough to enter into his eternal home. നാം ഈ ലോകത്തിലായിരിക്കുന്നതൊക്കെ നമ്മുടെ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ്, നമ്മുടെ പക്വതയില്ലായ്മ കൊണ്ടാണ്. നമുക്ക് മുൻപേ വാങ്ങിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പക്വത പ്രാപിച്ച് ഈ ഭൂമിയോട് യാത്ര പറയുന്നു. അവരൊക്കെ അവരുടെ നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പല ആവർത്തി ഇതുപോലെയുള്ള വേദികളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നും എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞ ആ പദപ്രയോഗത്തെ പലപ്പോഴും സമൂഹം തെറ്റിദ്ധരിച്ചാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. വികസിത രാജ്യമെന്നും വികസ്വര രാജ്യമെന്നും 2 രാജ്യ സംവിധാനങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഭാരതമൊക്കെ വികസ്വര രാജ്യങ്ങളാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അമേരിക്ക, യൂറോപ്പ് മുതലായ രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളായിട്ടാണ് പരിഗണിക്കാറുള്ളത്. കാരണം അവരൊക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപേ അവരുടെ പട്ടണങ്ങളൊക്കെ വളരെ ക്രമീകൃതമായി യുക്തിയോടെ അവരെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പട്ടണങ്ങളാണ്, രാജ്യങ്ങളാണ്. എന്നാൽ നാം പോകുവാനിരിക്കുന്ന നിത്യത എന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരിക്കലും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇറ്റ്സ് എ ഡെവലപ്ഡ് കൺട്രി. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ട, പൂർത്തീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ആ ഒരു കോൺസെപ്റ്റിൽ എൻ്റെ കർത്താവ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ വന്ന് ചേർക്കേണ്ടതിന് അവിടെ ഒരു രാജ്യം പണിയാനോ ഒരു വീട് തീർക്കാനോ പോകുന്നു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. എൻ്റെ കർത്താവ് ഓൾറെഡി ഒരുക്കിയിരിക്കുന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ എന്നെ കർത്താവ് ഒരുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുന്ന ആശയം നിങ്ങൾ തിരുത്തി ചിന്തിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. തങ്കച്ചാന് വേണ്ടി ഒരു വീട് ഒരുക്കപ്പെടുകയായിരുന്നില്ല. തങ്കച്ചാന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ തങ്കച്ചാനെ യോഗ്യനാക്കുകയായിരുന്നു കർത്താവ് ഇത്ര നാൾ ചെയ്തത്. അങ്ങനെ ഒരു യോഗ്യത പ്രാപിക്കുവാൻ തങ്കച്ചാൻ തന്നെത്താൻ വിധേയനായി എന്നുള്ളതാണ് തങ്കച്ചാൻ്റെ ഒരുക്കത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണം. എൻ്റെ പിതാവിൻ്റെ ഫസ്റ്റ് കസിനാണ് പാസ്റ്റർ പി ജെ തോമസ്, പി ജെ ഡാനിയൽ എന്നിവർ. പി ജെ ഡാനിയലിൻ്റെ മരണത്തിന് ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി താൻ പരസഹായത്തോടുകൂടെ വന്ന് ആ ബോഡിക്ക് യാത്ര പറഞ്ഞത്, ഡിയർ ബ്രദർ, ഗോ അഹെഡ് ഓഫ് മീ, ഐ ആം ജസ്റ്റ് ഫോളോയിങ് യു എന്ന് പറഞ്ഞ ഒരു പ്രത്യാശയുടെ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുക്കം പ്രാപിച്ചവരായി നമുക്ക് ഈ നിത്യത ഭവനത്തിലേക്ക് ഒരുക്കത്തോടുകൂടെ പ്രവേശിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കാഹളം ധ്വനിക്കുന്നത് പോലെ തന്നെയാണ് തങ്കച്ചാന് പ്രൈവറ്റായിട്ട് കാഹളം ധ്വനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് തങ്കച്ചാൻ ഇവിടുന്ന് പോകാൻ കാരണമായത്. നാം ഓരോരുത്തരും കാഹളം ധ്വനിക്കുമ്പോൾ ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നത് പോലെ തന്നെ വ്യക്തിപരമായി എനിക്ക് ഇങ്ങനെ ഒരു പേർ വിളിക്കുന്ന സമയമുണ്ടെന്നും ആ വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുമെന്നും, അങ്ങനെ വിളിക്കുമ്പോൾ നോ പറയാനിട വരാതെ വേണം. കർത്താവെ ഞാൻ ആയില്ല എന്ന് പറയാൻ, ഒഴിവൊഴി പറയാതിരിക്കാൻ നാം വളരെ ശ്രദ്ധയോടുകൂടെ വിളിക്കുമ്പോൾ കർത്താവെ ഐ എം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വിളിയെ സ്വീകരിക്കുവാൻ ഒരുക്കം പ്രാപിച്ചവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.